അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 15, 2024 മധ്യപ്രദേശിലെ ജബൽപൂരാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഒരു രാവിലെ 8-8:30 ടൈമായിട്ടുണ്ടാകും. കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടി തൻ്റെ റിലേറ്റീവിന് ഒരു വോയിസ് നോട്ട് അയക്കുകയായിരുന്നു. മുകള് തങ്ങളുടെ വീട്ടിലോട്ട് കയറി അച്ഛനെയും അനിയനെയും കൊലപ്പെടുത്തി വേഗം വരണമുള്ളതായിരുന്നു ആ ഒരു വോയിസ് നോട്ടിലെ കണ്ടന്റ്. ഇത് കേട്ട ആ റിലേറ്റീവ് ആകപ്പാടെ പേടിച്ചു പോവുകയാണ്. ഉടനെ തന്നെ ബാക്കിയുള്ള റിലേറ്റീവ്സിനെ എല്ലാവരെയും വിളിച്ചു. നേരെ തന്നെ ആ ഒരു ഫ്ലാറ്റിലോട്ട് അവർ എത്തുകയും ചെയ്തു. ആ വീട്ടിലുള്ളവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ ഡോറിൽ തട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ ഡോർ ഓപ്പൺ ചെയ്തില്ല. ഡോർ ലോക്ക്ഡ് ആയിരുന്നു. ഈ സൗണ്ടൊക്കെ കേട്ട് നൈബേഴ്സിലെ ചിലർ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ അതിലൊരു നൈബർ പറഞ്ഞു, രാവിലെ ഇവിടെ നിന്ന് എന്തോ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നൊന്നും കേട്ടില്ല, അങ്ങനെയുള്ളൊരു കാര്യവും ആൾ പറഞ്ഞു. ഇതുകൂടായപ്പോൾ ഈ റിലേറ്റീവ്സ് കൂടുതൽ പാനിക്കാവാണ്. അവർ ഉടനെ പോലീസിനെയും വിവരം അറിയിച്ചു. ആ ഒരു ഫ്ലാറ്റിനകത്ത് നടന്നതറിഞ്ഞ ജബൽപൂർ ആകപ്പാടെ ഞെട്ടിപ്പോവുകയായിരുന്നു. ഈ ഒരു കേസ് വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസായിട്ട് മാറുകയാണ്. കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കാണാനുമില്ല, എവിടെ പോയെന്ന് അറിയൂല. അപ്പോൾ ഈ മുകുൾ ഈ കാവ്യയെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് റിലേറ്റീവ്സ് ആദ്യം തന്നെ കരുതിയത്. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മുകുളിൻ്റെ മേൽ ഓൾറെഡി ഒരു റേപ്പ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആൾ ജയിലിൽ പോയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്ന് ആ ഒരു ഫ്ലാറ്റിൽ എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ കാവ്യക്ക് എന്താണ് പറ്റിയത്, ആരാണ് മുകുൾ, എന്തിനാണ് അയാൾ കാവ്യയുടെ അച്ഛനെയും അനിയനെയും കൊലപ്പെടുത്തിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. വിവരമറിഞ്ഞ പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അവരങ്ങനെ ആ ഒരു ഡോറ് പൊളിച്ച് അകത്തോട്ട് കടന്നു. അകത്തെത്തി അവർ ഹാള് ഓരോരോ റൂമുകളും മറ്റുമായിട്ട് നോക്കുമ്പോൾ കിച്ചണിൽ അവർ ആ ഒരു കാഴ്ച കാണുകയാണ്. അവിടെ പോളിത്തീൻ ബാഗിൽ പൊതിഞ്ഞ നിലയിലുള്ള രാജ്കുമാർ എന്ന് പറയുന്ന കാവ്യയുടെ അച്ഛൻ്റെ മൃതദേഹമായിരുന്നു അവർ കണ്ടത്. അപ്പോൾ കാവ്യ പറഞ്ഞത് സത്യമാണ് എന്നുള്ള കാര്യം അപ്പോഴവർ കൺഫേം ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവർ ആ ഒരു വീട് മുഴുവൻ അരിച്ചു പറക്കാനായിട്ട് തുടങ്ങി. കാരണം കാവ്യയുടെ അനിയനായിട്ടുള്ള തനിഷ്ക് എന്ന് പറയുന്ന 8 വയസ്സുള്ള ആ ഒരു പയ്യൻ്റെ ബോഡി അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അന്വേഷിച്ച് കബോർഡും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കി. ലാസ്റ്റ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഇതേപോലെ തന്നെ പോളിത്തീൻ ബാഗ് കൊണ്ടും ബെഡ്ഷീറ്റ് കൊണ്ടും പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പയ്യൻ്റെ മൃതദേഹമായിരുന്നു അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചത്. പോലീസ് ഉടനെ തന്നെ ആ ഒരു ഏരിയ സീസ് ചെയ്യുകയാണ്. ഫോറൻസിക് ടീമും മറ്റും ആ ഒരു സ്ഥലത്തോട്ടെത്തി. പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ അവിടെ ഒന്നും ബ്ലഡ് സ്റ്റെയിൻസ് ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തെളിവുകളും മറ്റുമൊക്കെ ശേഖരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ബോഡിയാണെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയും ചെയ്തു. അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. വളരെ ക്രൂരമായിട്ടായിരുന്നു ഇവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. രാജ്കുമാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തോ ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് തലക്ക് 10 തവണ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, ആളുടെ സ്കളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾ മരണപ്പെട്ടത്. അതുപോലെ തന്നെ തനിഷ്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ തലയിൽ 6 സ്ഥലത്ത് പാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിലും ക്രൂരമായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമായിരുന്നില്ല ആ ഒരു പയ്യൻ മരിച്ചത്. അതായത് ആ പയ്യനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈമിൽ ആ പയ്യന് ജീവൻ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രിഡ്ജിലിരുന്ന് ആണ് ആ ഒരു പയ്യൻ മരണപ്പെട്ടിട്ടുണ്ടായത്. അങ്ങനെ സാഹചര്യ തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ പോലീസുകാർ ഒരു തിയറിയിലെത്തുകയാണ്. ജബൽപൂർ മില്ലേനിയം കോളനിയിലാണ് ഈ ഒരു രാജ്കുമാർ എന്ന് പറയുന്ന 52 വയസ്സുകാരനും ആളുടെ മകളായിട്ടുള്ള 16 വയസ്സുള്ള കാവ്യയും അതുപോലെ തന്നെ 8 വയസ്സായിട്ടുള്ള മകനായിട്ടുള്ള തനിഷ്കും കൂടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ രാജ്കുമാറിൻ്റെ ഭാര്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയതായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 230 കിലോമീറ്റർ മാറിയിട്ടുള്ള പിപ്പരിയ എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു ഇയാളുടെ സ്വദേശം. ആളുടെ റിലേറ്റീവ്സും മറ്റുമൊക്കെ കൂടുതലായിട്ട് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൾ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സോ അത് ഗവൺമെൻറ് എംപ്ലോയീസും മറ്റും താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള കൃത്യവും മറ്റും നടന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു മുകുൾ സിംഗ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നൈബർ ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. 19 വയസ്സായിരുന്നു ആ പയ്യൻ്റെ പ്രായം. അപ്പോൾ ഈ ഒരു പയ്യന് ഈ കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കാനും അതുപോലെ തന്നെ കമൻ്റ് അടിക്കാനും ശല്യം ചെയ്യാനും ഒക്കെ തുടങ്ങി. അവസാനം സഹിക്കാതായപ്പോൾ കാവ്യ ഇത് വന്ന് തൻ്റെ വീട്ടിൽ പറയുകയായിരുന്നു. അപ്പോൾ കാവ്യയുടെ അച്ഛൻ നേരെ ഈ മുകുളിൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് മകനെ ഉപദേശിക്കാനായിട്ട് പറയുകയാണ്. എന്നാൽ ആൾ എന്താ പറയുക, വലിയ കാര്യമായിട്ട് തീർത്തോന്ന് അറിയില്ല. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മുകുൾ സിംഗ് ഈ പിന്നാലെ നടക്കലും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 2023 സെപ്റ്റംബറിൽ കാവ്യയുടെ അച്ഛനായിട്ടുള്ള രാജ്കുമാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പയ്യനെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. അങ്ങനെ പോക്സോ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പയ്യൻ അറസ്റ്റിലാവുകയും അതുപോലെ തന്നെ കുറച്ച് നാൾ ജയിലിൽ കഴിയുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ബെയിലിൽ പുറത്തു വരികയായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്.
അപ്പോൾ കാവ്യയുടെ അച്ഛനോട് അടങ്ങാത്തൊരു പക ഈ ഒരു പയ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ടാണ് മാർച്ച് 15 എന്നുള്ള ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയോ രാത്രി ആ ഒരു പയ്യൻ ആ വീട്ടിൽ കയറി ഒളിച്ചിരുന്നു. അതിനുശേഷം കാവ്യയുടെ അച്ഛൻ രാജ്കുമാർ രാവിലെ ഒരു 7-7:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് കയറിയ ടൈമിൽ ഈ പയ്യൻ അറ്റാക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ 10 തവണയോളം എന്തോ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഈ പയ്യൻ ആളുടെ തലക്കടിക്കുകയായിരുന്നു. അപ്പോൾ ബ്ലഡും കാര്യങ്ങളൊക്കെ അവിടെ ചിതറി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നീട് ഈ ഒരു ആളെ ആ ഒരു പോളിത്തീൻ ബാഗിലാക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു 8 വയസ്സുള്ള പയ്യനെ ഇതൊക്കെ കാണുകയാണ്. അപ്പോൾ ആ ഒരു പയ്യനെ വെറുതെ വിടാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു പയ്യനെയും ഇതേപോലെ തന്നെ അടിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായി. ആളുകൾ പുറത്തു വരുന്നത് അറിഞ്ഞപ്പോൾ ഈ ഒരു പയ്യനെ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അടക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് സെക്യൂരിറ്റി വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ വെളുപ്പാങ്കാലത്ത് അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നത് കേട്ടിട്ട്. എന്നാൽ അവിടെ എത്തി നോക്കിയപ്പോൾ പിന്നീട് അവിടെ നിന്ന് സൗണ്ടൊന്നും കേട്ടില്ല. അതുകൊണ്ട് ആൾ മടങ്ങി പോവുമായിരുന്നു. ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇടയ്ക്ക് ഇതേപോലെ തന്നെ എന്താ പറയുക വഴക്കൊക്കെ ഇടുമ്പോൾ സൗണ്ട് കേൾക്കുന്നതാണ്. സോ അതേപോലെ തന്നെ എന്തെങ്കിലും വഴക്കായിരിക്കുമെന്നായിരുന്നു ആ ഒരു ടൈമിൽ അവർ കരുതിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ശേഷമാണ് കാവ്യ മുകളിൽ തൻ്റെ അച്ഛനെയും അനിയനെയും കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് റിലേറ്റീവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ ടൈമിലാണ് റിലേറ്റീവ്സ് അങ്ങോട്ട് എത്തുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഡോറിൽ തട്ടുന്നതും പിന്നീട് പോലീസുകാർ വരുന്നതൊക്കെ. അങ്ങനെ പോലീസുകാർ അവിടുത്തെ CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിക്കുകയാണ്. അവർ CCTV വിഷ്വൽസിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 12:30 ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ മുകളിൽ തൻ്റെ റെഡ് കളറുള്ള സ്കൂട്ടി എടുത്ത് അവിടെ നിന്ന് പുറത്തോട്ട് പോയിട്ടുണ്ട്. അവർ കുറച്ചു നേരം കൂടെ നോക്കിയപ്പോഴാണ് അതിനുശേഷം ഈ കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയും മുകളുടെ പിന്നാലെ പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ ബാക്കിയുള്ള CCTVയും കാര്യങ്ങളൊക്കെ വെച്ച് ഫോളോ ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ നിന്ന് പോയത്. അതായത് മുകളിൽ പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു പെൺകുട്ടി തന്നെ വെയിറ്റ് ചെയ്യുന്ന ആളുടെ അടുത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് അവർ രണ്ടുപേരൂടെ പോവുകയായിരുന്നു. അവരവിടെ നിന്ന് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. അതിനുശേഷം അതായത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എന്താ പറയുക ഈ വണ്ടി പാർക്ക് ചെയ്തു. അതിനുശേഷം ബസ് സ്റ്റോപ്പിലോട്ട് പോയി ബസ് പിടിച്ചു. നേരെ ട്രെയിൻ കയറി എങ്ങോട്ടോ പോവുകയായിരുന്നു. അവിടെ വരെ പോലീസുകാർ ഇവരെ രണ്ടുപേരെയും ട്രാക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ മുകളിനെ കുറിച്ചും അതേപോലെ തന്നെ മുകളിൻ്റെ പേരിലുണ്ടായിരുന്ന ആ ഒരു പോക്സോ കേസിനെ കുറിച്ചും കേട്ടും അതുപോലെ തന്നെ കാവ്യയെക്കുറിച്ചും കൂടുതലായിട്ട് പോലീസുകാർ ഡിഗിൻ ചെയ്യാണ്. അപ്പോഴാണ് എന്താണ് ഈ മുകളിൽ ജയിലിൽ പോകാനുള്ള യഥാർത്ഥ കാരണം, എന്തുകൊണ്ടാണ് രാജ്കുമാർ ഇതേപോലെ തന്നെ ഒരു കേസ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത്. സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകള് പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് ലാസ്റ്റ് കാവ്യക്കും ആ ഒരു പയ്യനോട് ഇഷ്ടം തോന്നുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും പ്രണയത്തിലാവുകയായിരുന്നു. പിന്നീട് അവരവിടെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകുന്നതും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതും കാണുന്നതും ഒക്കെ പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ ഭോപ്പാൽ പോയി ഇത് ഇവരുടെ അച്ഛൻ അറിയുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ വലിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഇയാൾ പോയിട്ട് ഈ പയ്യനെതിരെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതേപോലെ തൻ്റെ മകളെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുകൾ ജയിലിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർക്ക് പിന്നെ CCTV വെച്ച് കഴിഞ്ഞിട്ട് ഇവരെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരുടെ ഫോൺ സിഗ്നൽ ഓൺ ആവുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു ഫോൺ സിഗ്നൽ ഓൺ ആവുകയായിരുന്നു. പൂനെയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു അത് ഓൺ ആയത്. ഉടനെ തന്നെ ജബൽപൂർ പോലീസുകാർ പൂനെ പോലീസുകാരെ കോൺടാക്ട് ചെയ്യായിരുന്നു. അങ്ങനെ അവരവിടെ എത്തി നോക്കിയപ്പോഴത്തേനും അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു ഫോൺ പിന്നീട് വിശാഖപട്ടണത്ത് ഓണായി. അതിനുശേഷം ഗോവയിൽ ഓണായി. പിന്നീട് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക മുംബൈയിൽ ഓണായി. അങ്ങനെ പല ലൊക്കേഷനിൽ ആ ഒരു ഫോൺ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്തു. പോലീസുകാർ അവിടെ എല്ലായിടത്തും ചെന്ന് നോക്കുമ്പോഴത്തേനും അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ പതിച്ച പോസ്റ്ററുകൾ അവിടെ ഇവിടെ ഒട്ടിക്കുകയാണ്. 10,000 രൂപ ഇവരെ കുറിച്ച് എന്താ പറയുക എന്തെങ്കിലും ഇൻഫോർമേഷൻ നൽകുന്നവർക്ക് എന്താ പറയുക പ്രൈസും പ്രഖ്യാപിച്ചു. അങ്ങനെ ഏകദേശം 77 ദിവസത്തെ ഓട്ടത്തിന് ശേഷമാണ് ഇവരെ രണ്ടുപേരെയും പോലീസുകാർ കസ്റ്റഡിയിലെടുത്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിദ്വാറിൽ വെച്ചിട്ട് കുറച്ച് ആളുകൾ ഇവരെ തിരിച്ചറിയുകയായിരുന്നു. അവർ ആ ഒരു സമയത്ത് കാവ്യയെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന ഏകദേശം 75 ദിവസത്തിന് ശേഷമായിരുന്നു അത് നടന്നത്. അങ്ങനെ കാവ്യ ഓൾറെഡി പോലീസുകാർ പിടികൂടി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു പയ്യൻ നേരെ സ്റ്റേഷനിലെത്തി സറണ്ടർ ആവുകയായിരുന്നു. മെയ് 29-നായിരുന്നു ആ ഒരു പയ്യൻ സറണ്ടർ ആയത്. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ആ പയ്യൻ്റെ നെഞ്ചത്ത് ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ഒരു ഡെവിളിന് 5 കൊമ്പുള്ള ഒരു ടാറ്റു ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ 5 പേരെ കൊല്ലാനായിരുന്നു തൻ്റെ പ്ലാൻ എന്നായിരുന്നു ആ ഒരു പയ്യൻ മറുപടി പറഞ്ഞത്. അതായത്
താൻ ജയിലിലോട്ട് പോകാനായിട്ട് ഉള്ള കാരണക്കാരായിട്ടുള്ള 5 പേരെ. അതിൽ ഒന്നാമത്തേത് വേറെ ആരും ആയിരുന്നില്ല, രാജ്കുമാർ എന്ന് പറയുന്ന കാവ്യയുടെ അച്ഛനായിരുന്നു. രണ്ടാമത്തേത് കാവ്യയായിരുന്നു. തൻ്റെ കാമുകി തന്നെ ചതിച്ചിട്ടാണ് താൻ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയതെന്ന് കരുതിക്കൊണ്ട് രണ്ടാമത്തേത് കാവ്യയായിരുന്നു. മൂന്നാമത്തേത് ഒരു റിലേറ്റീവ് ആയിരുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർത്ത ഒരാളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നാലാമത്തത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സ്ഥിരമായിട്ട് ചൊറിഞ്ഞിരുന്ന ഒരു നൈബറായിരുന്നു. പിന്നെ അഞ്ചാമത്തെ ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ തലയിൽ ഫേക്ക് കേസ് കെട്ടിവെക്കാനായിട്ട് സഹായിച്ച ഒരു ഫീമെയിൽ പോലീസ് ഓഫീസറായിരുന്നു. ഇവർ 5 പേരെയും കൊല്ലണം എന്നുള്ളതായിരുന്നു അയാളുടെ ഒരു ലക്ഷ്യം. അങ്ങനെ ജയിലിൽ നിന്നിറങ്ങിയ മുകൾ തൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഗേൾ ഫ്രണ്ടിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് ആൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു കേസിലും അതുപോലെ തന്നെ ആളുടെ ജയിലിൽ പോക്കിലും കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും ആ ഒരു ഫാമിലിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഈ പയ്യൻ ഈ രാജ്കുമാറിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടു നിൽക്കുകയുമായിരുന്നു. ആളുടെ വീട്ടിലത്തെ ഷെഡ്യൂൾ കാര്യങ്ങൾ, എപ്പോഴൊക്കെയാണ് അച്ഛൻ ഉറങ്ങുക എഴുന്നേൽക്കുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ പെൺകുട്ടി ഈ ഒരു മുകളിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ആ ഒരു വീട്ടിലോട്ട് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ആദ്യം ഇവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെ കൊന്നതിന് ശേഷം ബോഡി പീസാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്നുള്ളതായിരുന്നു. എന്നാൽ പ്ലാൻ എല്ലാം തന്നെ പൊളിയുകയാണ്. അതായത് ആ ഒരു അച്ഛനെ കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് 8 വയസ്സുള്ള അനിയനെ എഴുന്നേറ്റ് വരികയും അതുപോലെ തന്നെ ഇവരുടെ കാലിൽ കയറി കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു പയ്യനെയും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് ആളുകൾ വരുന്നതും അതുപോലെ തന്നെ ആ ഒരു പയ്യനെ വേഗം പോളിത്തീൻ കവറിലാക്കി പിന്നെ ബെഡ്ഷീറ്റിലാക്കിയിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച് അടക്കുന്നതും. പിന്നീട് ആ ഒരു ബോഡി എന്താ പറയുക കട്ട് ചെയ്യാനോ അതേപോലെ തന്നെ പീസാക്കാനോ ഒന്നും അവർ നിന്നില്ല. അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആവുകയായിരുന്നു. ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി മൈനറാണ്. എന്നാൽ ഈ മുകുളിൻ്റെ കാര്യം അങ്ങനെയല്ല. ആ ഒരു പയ്യൻ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മാക്സിമം ശിക്ഷ തന്നെ കിട്ടുമെന്നാണ് പോലീസുകാരും ഈ ഒരു കേസിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവരിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.